Shivapriya and Safa Nilofer. Then Sunil Kayakarajan sir, നമ്മുടെ ഹെഡ് മാസ്റ്റർ, മറ്റ് റോട്ടറി ക്ലബ് അംഗങ്ങൾ, ഇവരെല്ലാം ഈ ഒരു സാഹചര്യം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ശിവപ്രിയയുടെയും സഫാ നിലോഫറിന്റെയും പ്രിയപ്പെട്ട ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതാണ് നമ്മൾ വളരുകയാണ് അല്ലേ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആ ഗ്രീൻ ആർമി റെക്കഗ്നീഷൻ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് ഗ്രീൻ ആർമി ഡേ ആഘോഷിക്കുകയാണ്. നമ്മളെ ലക്ഷ്യം അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സ്കൂൾ കോമ്പൗണ്ട് എല്ലാം തന്നെ വൃത്തിയായി മനോഹരമായി വെക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും പങ്കുകൊള്ളണമെന്നും അന്നത്തെ മീറ്റിങ്ങിൽ വെച്ച് ആരൊക്കെ അതിന് തയ്യാറാകുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ ഇന്നത്തെ മുഖ്യാതിഥി തന്നെയാണ് അന്നും നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആ ചോദിച്ചപ്പോൾ ഉടനെ നിങ്ങളൊരു 9 പേര് കൈ ഉയർത്തിയുണ്ടായി. ആ 9 പേരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ 9 പേര് ആരൊക്കെയാന്ന് പറഞ്ഞാൽ ശിവപ്രിയ, സഫാ നിലോഫർ, ഹരിചന്ദന, ആഷ്ലിൻ, പിന്നെ മനോഹർ, ദൻ അദ്വൈത്, റിയ, അരവിന്ദ്. ഇത്രയും ആളുകളാണ് അന്ന് കൈ ഉയർത്തിയതും. അങ്ങനെ നമ്മളെ പ്രേമലത ടീച്ചർ അവരൊക്കെ ആയിട്ട് എന്താ പറയുക കോർഡിനേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ HM വന്നു. അത് വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് പോയി ഇന്നിപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി ഇത് 2 പേരെ സ്കൂൾ അധികാരികൾ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് നമ്മൾ 2 ഗ്രീൻ അംബാസിഡേഴ്സിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന്. ആ 2 അംബാസിഡറാണ്. ഒന്ന് നമ്മുടെ ശിവപ്രിയ, അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ സഫാ നിലോഫർ, പ്രത്യേക അഭിനന്ദനങ്ങൾ. അടുത്തത് നമ്മുടെ സഫാ നിലോഫർ. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഹരിചന്ദനയുണ്ടോ? ഹരിചന്ദന, യെസ്, നൈസ് ടു സീ ഹരിചന്ദന. ആശ്ലിൻ ഉണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മുടെ എല്ലാം ശ്രീ രാജൻ പി ഹെഡ് മാസ്റ്റർക്ക് ജില്ലാതലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും മികച്ച അംബാസഡർമാരാകുന്ന കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അത് കരസ്ഥമാക്കണം. അപ്പം നമ്മുടെ സ്കൂളിലുള്ള മികച്ച 10 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. 9 പേർ. 9 പേരിൽ 2 പേർ അതിൻ്റെ അംബാസഡർമാരായി. ഇനി നമുക്ക് വേണ്ടത് കോഴിക്കോട് ജില്ലയിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന, അഥവാ നമ്മളുടെ ഈ ഗ്രീൻ ആർമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ആർമി എന്താ അർത്ഥം? സേന. നമ്മുടെ രാജ്യത്തെ നമ്മളെയൊക്കെ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന സൈന്യമാണ് ആർമി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ ഗ്രീൻ ആർമി എന്ന് പറയണത്?
നിങ്ങൾ എന്തിനാണ്? നിങ്ങളൊരു സൈന്യമാണോ? ആണോ? എങ്ങനെയാണ് സൈന്യമാകുന്നത്? വെരി ഗുഡ്. ഒരു നല്ല കയ്യടി കൊടുക്കണം ശിവപ്രിയ പ്ലീസ്. ആ പുറകിൽ ഇരിക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നല്ലൊരു കയ്യടി. ശിവപ്രിയ പറഞ്ഞത് പരിസ്ഥിതിയെ കാത്ത് സംരക്ഷിക്കുന്ന സൈന്യമാണ് നമ്മൾ എന്നാണ്. ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ അതേപോലെ നിലനിർത്തുന്നതിന് വേണ്ടി അതിനുള്ള സൈന്യം. മറ്റൊരു സൈന്യം എന്തിനാണ്? മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആക്രമണത്തിന് നേരിടാനുള്ളതാണ് നമ്മുടെ ആർമി എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം. അതേപോലെ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള സൈന്യമാണ് ഗ്രീൻ ആർമി. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും നിങ്ങൾ സ്കൂളിലാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അല്ലേ? ഇനി അത് പോരാ, നമ്മുടെ വീട്ടിലും പരിസരത്തും അല്ലെങ്കിൽ നിങ്ങൾ നടന്നു വരുന്ന വഴികളിലൊക്കെ ഈ മാലിന്യങ്ങളൊക്കെ കാണാനും പ്ലാസ്റ്റിക്കൊക്കെ കാണാറില്ലേ? ഉണ്ടോ? അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടാവുമല്ലോ. സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ, പുറത്ത് ഉപയോഗിക്കാൻ എല്ലാവരുടെ അടുത്തും മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ മാലിന്യങ്ങൾ ഇനി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഇതിൻ്റെ സ്കൂളിൽ ഇതിൻ്റെ ചുമതലപ്പെട്ട ഒരു അധ്യാപികയാണ്, എനിക്ക് തോന്നുന്നു കവിത ടീച്ചറാണ് ഇതിൻ്റെ ചുമതലയുള്ള, ഇതിൻ്റെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട പ്രീതി ടീച്ചറാണ്. പ്രീതി ടീച്ചറുടെ മൊബൈൽ അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, ആ അവിടെയുള്ള പേപ്പറോ കടലാസോ നിങ്ങൾ എടുത്ത് മാറ്റി വേണം. അതിനുശേഷമുള്ള ഫോട്ടോ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഫോട്ടോ ഇട്ട് നൽകുന്ന കുട്ടികളെയാണ് എന്ത് ജില്ലാതലത്തിൽ ആദരിക്കാൻ പോകുന്നത്. അത് ഈ രീതിയിലൊന്നും ആയിരിക്കില്ല. ജില്ലാ കലക്ടറും സിനിമാ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന വലിയ ചടങ്ങിൽ വെച്ചായിരിക്കും നിങ്ങളെ ആദരിക്കുക. അപ്പോൾ അതിന് പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികൾ ഈ പരിസ്ഥിതിയുടെ കാവലാളുകളായിട്ട് മാറണം. നടക്കും? നടക്കോ? ചെയ്യോ? നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടാവുമല്ലോ, പലതരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മുമ്പും അതിന് ശേഷം നിങ്ങളത് വൃത്തിയാക്കിയതിന് ശേഷവും ഫോട്ടോ എടുക്കുക, ടീച്ചർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ ഇട്ട കുട്ടികളെ ടീച്ചർ നമുക്ക് അതിൻ്റെ ലിസ്റ്റ് തരും. ആദ്യത്തെ 2 or 3 കുട്ടികളെ നമ്മൾ ജില്ലയിലേക്ക് കൊണ്ടുപോകും, അവരെ അവിടെ നിന്ന് ആദരിക്കും. മനസ്സിലായോ? എത്ര വർഷം നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്ന് അറിയുന്നത്? ഇതുവരാലോചിച്ച് നോക്കിയിട്ടില്ല. ഇല്ല. നമ്മൾ 80 വയസ്സിൽ ഉണർന്നിരിക്കുവാണോ? അല്ല. അതിനൊരു 26 വർഷം നമ്മൾ ഉറങ്ങുക. നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വളരെ വളരെ കുറച്ച് വർഷങ്ങൾ. ഒരു 10-13 വർഷങ്ങൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ, പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുള്ളൂ. മനസ്സിലായോ? 3.5 വർഷത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നാണ്. 3.5 കൊല്ലം തുടർച്ചയായിട്ട് നമ്മൾ ചായ, ചോറ്, ഭക്ഷണം ഒക്കെ കഴിക്കുക. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ 10 വർഷത്തോളം മൊബൈലിലാണ്, ഇൻ്റർനെറ്റിലാണ് ഇതിങ്ങനെ മാന്തിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ ആലോചിച്ചു, 80 വർഷം ആയുസ്സുള്ള ഒരാൾ ശരാശരി ഒരു 10 കൊല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ. സുനി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന നല്ല മനുഷ്യരാവണം. വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ അധികം സമയം എടുക്കും. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടത്തെ പരിചയപ്പെടുത്തുന്നു. വടകര നഗരസഭ പരിസ്ഥിതി ആർമി, ഗ്രീൻ ആർമി, ഒരു 10 പേരടങ്ങുന്ന
അംബാസിഡേഴ്സ് ആണ് റോട്ടറി ക്ലബ്ബ് തെങ്ങ ഹരിതസഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഈ ഒരു ആദരിക്കൽ ചടങ്ങിനെ ശ്രീ ജ്യോതി കുമാർ സാറിനെ അതേപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ മൈഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ ഒരു വർഷം മുമ്പേ തുടങ്ങി വെച്ചൊരു പദ്ധതിയായിരുന്നു അറിയില്ലേ? ഒന്നും വേണ്ട, പക്ഷെ അത് ഉണ്ടാക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ ഒരു 3 കുട്ടികളുടെ ടീച്ചർ എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഒക്കെ തരണം. അവരുടെ വീട്ടുവർഷത്തിൻ്റെ കയ്യിൽ നമ്മളൊക്കെ